അതായത് ഈ ജീവിതത്തില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്നവരുണ്ട്. പരിചയപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് പോസിറ്റീവ് എനർജിയും പ്രചോദനവും ഒക്കെ നൽകുന്നവർ. കാടാമ്പുഴ ക്ഷേത്രത്തിനടുത്തു നിന്ന് നമുക്ക് ഇത്തരത്തിൽ ഒരാളെ പരിചയപ്പെടാം. യന്ത്രക്കസരയിൽ ജീവിക്കുമ്പോഴും കടലാസ് പേനി പുസ്തകങ്ങളും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ബാബു കാടാമ്പുഴ. കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നാൽ ഒരു യന്ത്രക്കസേരയിൽ കുറെ കടലാസു പേനകളും പുസ്തകങ്ങളുമായി ഒരാളെ കാണാം. ഇത് ബാബു. അദ്ദേഹം വിൽക്കുന്ന പുസ്തകങ്ങളിൽ 2 എണ്ണം സ്വന്തം രചനകളാണ്. പേനകൾ ഭാര്യ ശാന്തി നിർമ്മിക്കുന്നതും. ബാബുവിന് ഒരു കഥയുണ്ട്. വീണുപോയിടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റതിന്റെ, വിധിയോട് നടത്തുന്ന പോരാട്ടത്തിന്റെ കഥ. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണ ജോലിക്കിടെ ഒരു വീഴ്ച പറ്റി ഏറെക്കാലം ബോധമില്ലാതെ പിന്നീട് ശരീരം തളർന്നും കിടന്നു. ജോലി കൽപ്പനയായിരുന്നു. കൽപ്പന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിടാൻ പോയി. അപ്പോൾ അടുത്ത് കല്ല് പിടിച്ചു, അങ്ങനെ വീണു. വിടാൻ പോയപ്പോൾ ആ കല്ല് വയറ്റത്ത് വീണു. ഞാൻ അപ്പോൾ വിടാൻ പോയപ്പോൾ പിടിച്ച കല്ല് വയറ്റത്ത് വീണു. കുടല് പൊട്ടി. വയറിന് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ പിന്നെ സ്ട്രോക്ക് വെച്ചുണ്ടായത്. അതിൻ്റെ ശേഷമാണ് ഞാൻ കിടപ്പിലായത്. സ്ട്രോക്ക് പറ്റിയതിന് ശേഷം പിന്നെ സംസാരം പോയി. ഒന്നും വയ്യാത്തൊരവസ്ഥയായിരുന്നു. 5 മാസം ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഒന്നിനും കഴിയില്ലെന്ന് കരുതി തളർന്നു പോയിടത്തുനിന്നും പതിയെ ബാബു ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. അതിന് സഹായവുമായി ഒരുപാട് പേർ കൂടെ നിന്നു. അക്ഷരങ്ങളായിരുന്നു ആദ്യം കൂട്ട്. കവിതകൾ എഴുതി. പിന്നെ സ്വന്തം ജീവിതവും പുസ്തകരൂപത്തിലാക്കി. പങ്കാളിയായി ശാന്തി കൂടി വന്നതോടെ ജീവിതം കുറെ കൂടി സുന്ദര സുരഭിലമായി. 2 വർഷം മുൻപ് സർക്കാരിന്റെ ഇലക്ട്രിക് വീൽചെയർ കൂടി കിട്ടിയതോടെ കടലാസു പേനകളും പുസ്തകങ്ങളും വിൽപ്പനയ്ക്കായി സ്വയം യാത്ര ചെയ്യാനും തുടങ്ങി. ഈ 2022 വാഹനം കിട്ടിയാണെങ്കിൽ പുറത്ത് ഇറങ്ങാൻ തുടങ്ങിയത്. ആ വീട്ടിൽ എഴുത്തൊന്നും ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പറ്റുന്ന മുന്നേ തന്നെ ഞാൻ എഴുതിയിരുന്നു. അത് അന്നൊക്കെ എഴുതിയിട്ട് കളയുകയായിരുന്നു ചെയ്തിരുന്നത്. പുസ്തകം ഇറങ്ങിയത് ഈ 2014 ഇന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിൽ വരുന്നവർ പലരും ബാബുവിന്റെ കഥ അറിഞ്ഞ് അതിജീവനത്തിന് കൈത്താങ്ങാവുന്നുണ്ട്. തിരിച്ചടികളിൽ തളരുന്നവരോട് ബാബുവിന് പറയാനുള്ളത് ഇത്രമാത്രം. അങ്ങനെയുള്ളവരൊക്കെ നമ്മളെ ഒന്നുകൂടെ പോസിറ്റീവായി ചിന്തിക്കുക, ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, തളരില്ല ഒരിക്കലും, മനസ്സുണർന്നിരുന്നാൽ എന്നു പേരിട്ട ബാബുവിന്റെ ജീവിതകഥയുടെ പേര് തന്നെ എല്ലാം പറയുന്നു. ഒരു വീഴ്ചയിലും ഒടുങ്ങുന്നതും ഒതുങ്ങുന്നതുമല്ല ജീവിതം. കാടാമ്പുഴയിൽ നിന്നും CV അനുമോദ്, News 18. അപ്പോൾ കുത്തിയോട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 16 ഭവനങ്ങളിൽ